വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഒരു കാലം കുടിമുറിശീലൻ അതിനോലൻ മുഖവട്ടേലൻ ജനത്തോഴൻ നമ്മുടെ ബാലൻ. അച്ഛ പൊന്നെ അച്ഛ, പാട്ടും ഡാൻസും സൂപ്പർ. കേറി വാ അച്ഛ. ഡാൻസ് ഷോക്കായിരുന്ന അച്ഛ. പൊന്നു മോനെ, നീ വരെ അല്പം വൈകിയായിരുന്നെങ്കിൽ അച്ഛൻ ഷോക്ക് അടിച്ച് ചത്തേനെ. അല്ലെങ്കിൽ എന്റെ അച്ഛ, നിങ്ങളുടെ ഈ മാട്ടക്കടല് എവിടെ തൊട്ടാലും ഷോക്കാണ്. ചില സമയങ്ങളിൽ ഒഴിച്ച്. അതേതാണ് ആ സമയം? കറണ്ട് ഇല്ലാത്ത സമയത്ത്. നിന്നോട് എത്ര നാൾ കൊണ്ട് ഞാൻ പറയുന്നു ഈ കടയിൽ വന്ന് സഹായിച്ച് ഈ പണിയൊന്നും പഠിച്ചെടുക്കാൻ. അച്ഛാ, ഇതല്ല എന്റെ പാഷൻ. പിന്നെ അർദ്ധരാത്രി ഇന്ന് ഫാഷൻ ടീം കാണുന്നതാണോ നിന്റെ പാഷൻ? ഞാൻ കാണുന്നുണ്ട് കേട്ടാ. അപ്പൊ അച്ഛന് ഫാഷൻ ഡിസൈനാണോ? അല്ല, നിന്നെ കാണുന്നുണ്ടെന്ന്. അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ ഈ നാട്ടില് ഏറ്റവും മോശം കടയും ഏറ്റവും മോശം പണിക്കാരൻ അച്ഛനാ. അതെന്നെ എവിടേക്ക് ആരും കയറാത്തത്. വന്ന് എന്റെ കടേനെ എന്നെ ഇവന് പുച്ഛം. എടാ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ നാട്ടിലെ മുടിച്ചൂടാ മണ്ണനായിരുന്നടാ. എന്നിട്ട് ആൾക്കാര് പറയണത് മുടി വെട്ടുന്ന മണ്ടെന്നാണല്ലോ. എന്നെ അങ്ങനെ കളിയാക്കല് കേട്ടാ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. എടാ, ഇവിടെ ഇരിക്കുന്ന ഓരോ കത്രികയോടും ചോദിച്ചാലും പറയൂടാ എന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്. അച്ഛാ, ഈ കത്രിക പറയാൻ തോന്നണില്ല. എന്താടാ ഇതിന്റെ വായിക്കത് തുരുമ്പിരിക്കുക. സോറി ഞാൻ ഇനി പറയില്ല. അച്ഛൻ പറ. ശരി നീ വാ. ഈ അച്ഛൻ നിനക്ക് ഒരു ഫ്രീ ആയിട്ട് ഉപദേശം തരാം. പറഞ്ഞോളൂ മോനെ. കണ്ണപ്പൻ. അച്ഛ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇമാരി പേര് എനിക്ക് കിട്ടുന്നത്? കുഴപ്പം, നല്ല പേരല്ലേ എന്റെ അച്ഛ. ഇതുപോലുള്ള പേരല്ല എനിക്ക് വേണ്ടത്. പിന്നെ ആര് കേട്ടാലും മയങ്ങിപ്പോണ ഒരു പേരായിരിക്കണം. അങ്ങനെയാണ് ഞാൻ നിന്നെ അനസ്തേഷ്യ എന്ന് വിളിക്കാം. അതാണ് കേക്ക് ഉടനെ അങ്ങ് മയങ്ങി പോലും. ശരി, വേണ്ട കാര്യമല്ലേ? നമുക്ക് 2 ആഴ്ച ശരിയാക്കാടാ. ഉറപ്പാണ്? സത്യം ചെയ്യും. സത്യം. ഓക്കെ, സെറ്റ്. അന്നേരം അച്ഛാ, ഞാനേ കൊറേ നാളെ അച്ഛനോട് സംശയം ചോദിക്കണം വിചാരിച്ചത്. എന്താടാ അച്ഛൻ എങ്ങനെ അച്ഛാ ഇങ്ങനെ ഒരു മുടി വെട്ടുകാരനായത്? ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു. ആടാ, സംഭവം വെച്ചാലേ ചെറുപ്പത്തിൽ ഞാൻ ഈ കത്തിര എടുത്ത് കളിക്കുമായിരുന്നേ. അങ്ങനെ വലിയൊരു ബാർബർ ഷോപ്പുകാരനായി. അയ്യോ, അപ്പൊ അച്ഛാ ചെറുപ്പത്തിൽ ഞാൻ എന്തെടുത്തിട്ടാ കളിച്ചിരുന്നേ? ഈ കിഴങ്ങെടുത്ത് വെച്ച് കളിക്കുമായിരുന്നേ. അങ്ങനെ കിഴങ്ങനെ അച്ഛാ, കൂടുതൽ കിണിക്കല്ലേ. കിണിക്കല്ലേ. അച്ഛനൊരു കാര്യം അറിയോ? ഈ നാട്ടുകാർ അച്ഛനെ പറ്റി എന്താ പറയണേ? വിവരവും വിദ്യാഭ്യാസമില്ലാത്ത മണ്ടൻ. എടാ, ഈ നാട്ടുകാർ തെണ്ടുകൾ എന്നാ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ ചവിട്ടി താത്താലും കുഴപ്പമില്ല. ഞാൻ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരും. ആ ഫിനിക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയൂ. ഒരു തത്തമ്മച്ചിയെ പോലെ ഇതേ പറന്നു നടക്കും. കുട്ടികളെ ഒന്ന് ആദ്യം അവസാനിപ്പിക്കേ. നമുക്ക് ജീവിതത്തില് ലക്ഷ്യബോധം വേണം. എന്നെ നോക്കിയേ, എനിക്ക് ജയിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. നീ ആ സ്കൂളിൽ അറ്റം വരെ ഒന്ന് പോയായിരുന്നു. ആ 10ാം ക്ലാസ് ജയിച്ചേനെ. എന്തിനാണ് എന്നെ പറയിപ്പിക്കേണ്ടിങ്ങനെ നടക്കുന്നത്? ഓ, ഈ നാട്ടിൽ ഇതുപോലൊരു ഗതികെട്ട അച്ഛൻ വേറെ കാണത്തില്ല. ഇതേ വേറെ തന്നെ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ 2 പേരായി. ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. കസ്റ്റമർ ആയിരിക്കും. നമ്മുടെ കടയിലേക്ക്. മനസ്സിലായോ? ഹായ് ബാബു ആന്റണി. അല്ല, അപ്പൊ എന്നെ മറന്നു. പണ്ട് ഗുണ്ടൽപേട്ടിലുള്ള ഗോമതിന്റെ മകനല്ലേ? ഈ അച്ഛനെ കാണാൻ നീ വന്നല്ലോടാ. അച്ഛനോട് വൈരാഗ്യം ഒന്നുമില്ലല്ലോ. അന്ന് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അന്ന് പവർ കട്ടായിരുന്നടാ. നമ്മുടെ വെട്ടി ഒട്ടിച്ച ഫാമിലി ഫോട്ടോ എന്തിയടാ? ഈ പറയുന്നത് അങ്ങനെ ഓർമ്മയില്ലേ? ആശാന്റെ പഴയ ശിഷ്യൻ ഗുണ്ടൽപേട്ടിലുള്ള പ്രഭുവിന്റെ മോൻ. എടാ, നീ ആയിരുന്നോടാ? എടാ, നീ ഇത്ര നാള് എവിടായിരുന്നടാ നീ? ഞാൻ ഇവിടുന്ന് ഇറങ്ങി നേരെ ബോംബെയിൽ പോയി. നീ ബോംബെ പോയെന്ന് ഈ ആശാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. തെളിവുണ്ട്. കൈ കാണിക്ക്. തിന്ന്. ബോംബെ പൂടയാ. വിശ്വാസമായോ? ഇപ്പൊ വിശ്വാസമായി കേട്ടാ. അല്ല, അവിടെ നീ എന്തോ പണി നിനക്ക്? അവിടെ ഞാൻ ഗ്രാമം റഷീദിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഈ പട്ടൺ റഷീദോ? അങ്ങനെ അനിയനാ. ആശാനെ, ഞാൻ പുള്ളിയുടെ അടുത്തുന്നേ ഈ കട്ടിങ്ങിന്റെ എല്ലാം പഠിച്ചു. ഞാൻ ഇന്നൊരു പ്രോയാ. അവൻ പ്രോയാണെങ്കിൽ ഞാൻ ആരാ? നീ അല്ലേ? ഇതിന്റെ മറുപടി ഡബിൾ മീനിങ് ആയിരുന്നേ. ഞാൻ അത് പൊതിഞ്ഞടിച്ചു. എനിക്ക് നന്നായിട്ട് വേദനിച്ചൂടോ? വേദനിക്കണോടാ. എന്റെ ശിഷ്യൻ അങ്ങ് മുംബൈയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞിട്ട് ഇവിടെ എന്റെ കടയിൽ ജോലിക്ക് ഇരിക്കാൻ വന്നടാ. ഇനി എനിക്ക് അവൻ മതിരാ. നീ വേണ്ട, നീ പോ. അന്ന് ഞാനും ബോംബെക്ക് പോയാലോ? എന്റെ വണ്ടി എടുക്കാൻ സമ്മതിക്കാലോ? ബോബിയുടെ വീട്ടിൽ പോയാലോ? നീ ഏലും പോടാ. ആശാനെ, ഇങ്ങോട്ട് വാ ആശാനെ. എത്ര നാളാ ഞാൻ ആശാനെ കണ്ടിട്ട്. ആശാൻ ഒരു മാറ്റമില്ല. ഇതാരാ? കസ്റ്റമർ ആണോ? കസ്റ്റമറോ?
അച്ഛൻ ബാർബറാണെങ്കിൽ മകനായ ഞാൻ ആരായിരിക്കും? ഹുമയൂൺ. ഹായ് ഹുമയൂൺ. അതാരാട്ടാ? ഈ ബാബറിന്റെ മോനാണല്ലോ ഹുമയൂൺ. ചരിത്രം കുറെ എനിക്കും അറിയാടേ. കണ്ടോടാ, എന്റെ ശിഷ്യൻ എന്നെ കുറിച്ചുള്ള എല്ലാ ചരിത്രവും അവനാടാ എന്റെ ശിഷ്യൻ. അപ്പൊ ഞാനച്ചാ? നീ എനിക്ക് ശിഷ്യ. നീ പോടാ, പോടാ നീ. ആശാനെ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളെ മോനല്ലേ, അവന് വിഷമാവൂലേ? എന്റെ പൊന്നു മോനെ, നിനക്കറിയോ എടാ, ഇവൻ എന്റെ മോനാണല്ലോ. ഇവൻ കള്ളനാടാ. ഇവൻ കണ്ണടച്ച് കടിഞ്ചായ കുടിക്കും. ആശാന്റെ പാലല്ലേ? എന്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ഒരു കവർ പാല് മേടിക്കാൻ പൈസ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? ആശാൻ പേടിക്കണ്ട, ഞാൻ വന്നില്ലേ പശുവും പാല് ഞാൻ വാങ്ങിച്ചു തരും. ഈ ചെറുക്കൻ ജോലിക്കും കൂലിക്കും പോലെ പോണ്ട. എടാ, ഞാൻ ഇവനെ പലതും പഠിപ്പിച്ചു നോക്കാം, എന്നിട്ടൊന്നും ഇവനങ്ങ് രക്ഷപ്പെടുന്നില്ല. നീ പറയടാ, ഇവൻ കര കയറണ ഞാൻ ഇനി എന്നെ പഠിപ്പിക്കണം? നീന്തൽ പഠിപ്പിച്ചാൽ മതി, കര കയറും. അയ്യോ, അങ്ങനെയല്ല. പഠിച്ച് രക്ഷപ്പെടുന്ന എന്നെ പഠിപ്പിക്കണം. ഓ അങ്ങനെ, അതിന് ആശാൻ മാത്രം വിചാരിച്ച പോലെ ഞാൻ യവനും വിചാരിക്കണം. അയ്യോ, ഞാൻ പറഞ്ഞ അവൻ ഫീൽ ആയിരുന്നു തോന്നുന്നു ആശാനെ. അവ ഒന്നും മിണ്ടുന്നില്ല. അവനൊന്നും മിണ്ടിയോണ്ടാണ് എന്റെ അച്ഛൻ ഒരു പണിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നത്. എടാ മോനെ, നീ എന്താടാ മിണ്ടിയത്? എന്റെ പൊന്നേട്ടാ, ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛ നനഞ്ഞിടം കുഴിക്കരുത്. നല്ലല്ലേ? എടാ, എന്റെ അച്ഛന് കിണർ കുഴിയാന്ന് പറഞ്ഞു. ഇത് കേട്ട് പുള്ളി വീട്ടിൽ പോയി അടയിരിക്കണം. ഇനി പുള്ളിക്കുള്ള ചെലവ് കൂടെ ഞാൻ കൊടുക്കണം. പോട്ടാശനെ ജീവിതമൊക്കെ അങ്ങനെ ക്ഷമിക്ക്. നീ എന്റെ കഥ കേൾക്കാതെ നിന്റെ വിശേഷങ്ങൾ പറയടാ. എന്റെ വീട്ടിലെ അവസ്ഥ പറ. അച്ഛനെ വീട്ടിൽ നിന്ന് വെച്ചാൽ ഞാനും അച്ഛനും തമ്മിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ. എന്നാ പറ്റൂടാ, പ്രശ്നം എന്നാ? ഈ എന്റെ അച്ഛൻ ഒരു കര കളഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നേ. ഇപ്പൊ നിന്റെ അച്ഛന്റെ പേര് സോപ്പൊടി എന്നാണോ? ആശാന്റെ ആ തമാശ കേട്ടെ, ഇത് അപ്പുറത്ത് മുറുക്കങ്ങടെ ഇട്ടേക്കുന്ന തോമസ് എന്ന പറയുന്നത് ഉറങ്ങണം. തോമസ് എണീച്ചോ, എണീച്ചോ, കഴിഞ്ഞു എണീച്ചോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ അങ്ങനെ പറ്റുന്നില്ല അച്ഛനെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചേ ഒരു കട അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിന്റെ ആദ്യ ലഡു ഞാൻ ആശാൻ തരാൻ വന്നതാണ്. ആശാൻ എടുക്കണം. അയ്യോ, എനിക്ക് ഷുഗറാ കേട്ടോ. എന്നാ അങ്ങനെ ഞാൻ ഈ മുന്തിരി കഴിക്കത്തില്ല. താങ്ക് യു. സത്യം പറഞ്ഞോണ്ടല്ലോ, ഇങ്ങനെ ലഡു ഇടാൻ വേണ്ടി ഇവിടെ ഒരു ബേക്കറി അത്യാവശ്യമായിരുന്നു കേട്ടാ. ബേക്കറിയാ? ഞാൻ തുടങ്ങാൻ പോകുന്നത് ബേക്കറി അല്ല, പിന്നെ ബാർബർ ഷോപ്പ്. അപ്പൊ എന്റെ പൊടിയരിക്കഞ്ഞിൽ മുടി വാരിയിടാനല്ലേ നീ സെക്കൻഡ് ഇൻട്രോ എടുത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആശാനെ ഒന്നുമില്ല, നമ്മളൊക്കെ ഒരേ തൊഴിൽ ചെയ്യുന്നവരല്ലേ. ഇനി ആ തൊഴിൽ നീ മാത്രമല്ലേ ചെയ്തുള്ളൂ. ഇനി ഇവിടെ ആൾ കയറത്തില്ലല്ലോ. അങ്ങനെയൊന്നും പറയല്ല ആശാനെ. എന്റെ ആശാനാണ് നിങ്ങൾ. അപ്പൊ ഞാൻ ഒരു കട തുടങ്ങുമ്പോ ആശാന്റെ അനുഗ്രഹം എനിക്ക് വേണം. എന്നെ അനുഗ്രഹിക്കണം. ഇവന്റെ കട മുടിഞ്ഞു പോട്ടെ. ഇവന്റെ കടയെ മുടി വെട്ട ആൾക്കാർ കയറട്ടെ. ആ അങ്ങനെ പറയാം, ഞാൻ പേടിച്ചേ. അല്ല, ആശാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആള് വരും, എനിക്ക് ഉറപ്പാണ്. അത് മാത്രമല്ല, എന്റെ കടയിൽ പുതിയ പുതിയ എക്യുപ്മെന്റ്സ് ഉണ്ട്. ചെയർ ആശാനെ, എന്റെ കടയിലെ ചെയറെ ചവിട്ടിയാ പൊങ്ങും. എന്റെ കടയിലെ ചെയർ ഇരുന്നാലേ പൊങ്ങും. ഓട്ടോമാറ്റിക്കാ? അല്ല, മൂട്ടോമാറ്റിക്കാ. മൂട്ടയാന്നേ, ഫുള്ള് മൂട്ടയാ. ഞാൻ പറയും. അത് മാത്രമല്ല, എന്റെ കടയിൽ ഞാൻ കുറെ ഓഫർ കൊടുക്കുന്നുണ്ട്. ഓണം വരെയല്ലേ, ഓണം ഓഫറായിട്ട് കട്ടിങ്ങിന് ഷേവിംഗ് ഫ്രീ. നിന്റെ കട ഓണത്തിന് മാത്രമല്ലേ ഓഫർ? എന്റെ വർഷം മൊത്തം ഓഫറാ. കട്ടിങ്ങും ഷേവിംഗ് ഫ്രീയാ? അല്ല, ഞാനും യവനും ഫ്രീയാ. ഈ കട ആള് വല്ല കയറണ്ടാ. അതിന്റെ ഇടയ്ക്കാണ് അവന്റെ ഒരു കട. ഇറങ്ങടാ ഇവിടുന്ന്. നിന്റെ കട ഞാൻ പൂട്ടിക്കൂടാ. നീ ഇവിടെ കട തുടങ്ങി ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്നാശാനെ, ഈ കവലയിൽ എന്റെ കട പൊങ്ങിയിരിക്കും. അതിന്റെ ഇനാഗ്രേഷന് വേണ്ടിയാണ് ഞാൻ വന്നത്. ആശാൻ വരണം, കൂടെ ഈ മോനും വരണം. പോടാ കള്ള അവിടുന്ന്. എന്റെ അച്ഛന് ചോറിൽ മണ്ണ് വാരിയിട്ടിട്ട് ഞങ്ങൾ നിന്റെ ഉദ്ഘാടനത്തിന് വരണല്ലേ? ഞങ്ങളുടെ പട്ടി വരണോ? പട്ടി ഉദ്ഘാടനം ചെയ്യുന്നത് സണ്ണി ലിയോണി ആണെങ്കിലോ? നിങ്ങൾ വന്ന് എന്തി കാണിക്കണേ? സണ്ണിലിനെ കാണണ്ടേ? എനിക്ക് കാണണം. എന്നാ ഫിഗർ പിടിക്കടാ. കൊതിയല്ലേ? രണ്ട് പട്ടികൾ നിർത്ത്. എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് നിങ്ങളെ കടയിൽ ആള് കേറത്തെന്ന്. അയ്യോ അസന, ഇങ്ങനെ നടന്നുകൊണ്ട് ആള് കേറത്തില്ല. അതിന് ന്യൂജൻ കട്ടുകൾ പഠിക്കണം. ഇപ്പൊ തന്നെ ഞാനൊരു കട്ട് ചെയ്യേ. ഈ രണ്ട് സൈഡും ഞാൻ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് മുകളിൽ മാത്രം മുടി വയ്ക്കും. അതിനെ പറഞ്ഞാണ് ബോക്സ് കട്ട്. എടാ, അതൊക്കെ ഇന്ന്. പണ്ട് ഇതിന്റെ പേരെന്നാന്നറിയോ? പെരുന്തച്ചൻ കട്ട്. എന്നാ വേറെ കട്ടുണ്ട്. ഈ മുടി മൊത്തം ഞാൻ ഷോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പോന്തി വീടും. അതിന്റെ പേരാണ് ബുസ് കട്ട്. ഇതാണ് പറ്റവെട്ട്, അല്ലെ ഫ്രണ്ട്സിലെ ജയറാം കട്ട്. എന്നാ വേറെ കട്ടുണ്ട്, പിടിക്കാൻ പറ്റും നോക്കെ. ഞാൻ ഈ മുടി മൊത്തം ഇങ്ങനെ ഷേവ് ചെയ്തിറക്കിട്ടൊരു കട്ടുണ്ട്. അതാണ് മൊട്ട ജോണി കട്ട്. അതേത് കട്ടാ? എന്റെ ഫോണിലെ കട്ട. മര്യാദക്ക് ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഈ നിന്റെ കട ഞാൻ ഇവിടെ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് ഞാൻ പൂട്ടൂടാ. ആശാനെ, നിങ്ങൾ എന്റെ ആശാന. ആ ഒരു സ്നേഹം ഇന്നും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു ദക്ഷിണ തരണം. ആശൻ ചോദിക്കും, എന്റെ എന്ത് വേണം? ആശൻ എന്ത് വേണം? എന്ത് ദക്ഷിണ എനിക്ക് തരുവാടാ? എന്തും തരും. കണ്ടോടാ, എന്റെ ബുദ്ധി ഉപയോഗിക്കാൻ സമയമായടാ. ബുദ്ധി ഉപയോഗിച്ച് അത് നിങ്ങൾ തകർത്തുകളാ. എന്നാ എനിക്കൊരു 200 തരും മന്തി കഴിക്കാൻ.
മണ്ടത്തരം കാണിക്കില്ലേ? വിരല് ചോദിക്ക്, വിരല്. എന്തിനു മന്തിയൊക്കെ എനിക്ക് പറഞ്ഞു. അതല്ല, ഏകലവിന്റെ കഥ ഓർമ്മയില്ലേ? പെരുവിരൽ ചോദിക്ക്. അത് എടാ ശിഷ്യൻ തണ്ടി, എടാ നിന്റെ കട ഇവിടെ നീ ഇവിടെ നശിച്ച് നാരായണക്കട എടുക്കുന്ന എനിക്ക് കാണണോടാ. അതുകൊണ്ട് ഈ ആശാന് ദക്ഷിണയായിട്ട് നിന്റെ പെരുവിരൽ ഇങ്ങ് താടാ. പെരുവിരൽ മാത്രം ആക്കുന്നുണ്ട് ആശാനെ. 5 വിരലും എടുത്തോ. ആ കവാലൊന്ന് കാണിച്ചേ. ഞാൻ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് വരാം. എന്റെ നാശം കാണാൻ നിൽക്കുന്ന പട്ടി ആശാൻ. എടാ അവനോട് പെരുവിരൽ വെച്ചപ്പോ അവൻ ഫുള്ള് വിരലും തന്നടാ. അച്ഛാ ശരിക്കും നമുക്ക് ഒരു വിരല് വരെ, ബാക്കി 4 എന്താ ചെയ്യാ? നിന്റെ കവാലം ഒന്ന് കാണിച്ചേ. എവിടെയുണ്ട്? എന്നാ പിടിച്ചോ. നൈസ് പെർഫോമൻസ്. ആ കിറ്റിന്റെ തുടക്കത്തിലെ ആ ഷോക്കടി ഡാൻസ് കിടിലമായിരുന്നു. അച്ഛൻ കൊള്ളാം, മകൻ കൊള്ളാം, ശിഷ്യനും കൊള്ളാം. ശിഷ്യന്റെ കോസ്റ്റ്യൂം സൂപ്പർ. ഇവരായിരിക്കും അല്ലേ ചെയ്തിട്ടുണ്ടാവുക? ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഗുണ്ടൽപേട്ടിലുള്ള അവരും കൊള്ളാം. അല്ല മറ്റേ ഇതില്ലേ മുടി ഇപ്പോഴും കുറെ സ്റ്റൈലില്ലേ? പണ്ട് നമ്മള് ബാർബർ ഷോപ്പിൽ ചെല്ലുമ്പം തൊപ്പിക്കട്ട്, മഷ്റൂം കട്ട്, മിലിറ്ററി കട്ട്, അത് തന്നെ. വെട്ടല്, അപ്പാച്ചി അപ്പാച്ചി, ടോയ് കട്ട്, ഇതൊക്കെ പേര് മാറി വന്നതാണ്. മങ്കി കട്ട്, ആകപ്പാടെ ഒരു തലമുടിയല്ലേ ഉള്ളൂ. പിന്നെ സാധന പിന്നെ ഫ്രഞ്ച് മഷ്റൂം കട്ട് ഉണ്ട്. സാധന കട്ട് പെണ്ണുങ്ങൾക്ക് ഇതുണ്ടായിരുന്നില്ലേ? ഫ്രിഞ്ചസിന്റെ സൺഷെയ്ഡ്, അങ്ങനെ പല അച്ഛടാ സൺഷെയ്ഡ് ഉണ്ട്. ഇങ്ങനെ സൺഷെയ്ഡ് ഉണ്ട്. അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ടീം ഉണ്ടല്ലോ, നമ്മുടെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം സ്റ്റൈലിഷ് ടീം, ശരിക്കും സൗത്ത് ഇന്ത്യൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ തന്നെ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ കൈകാര്യം ചെയ്യുന്നവരാണ്. നമ്മൾ മാത്രമല്ല, വലിയ താരങ്ങളെ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ കൈകാര്യം ചെയ്യുന്നവരാണ്. നമ്മളെ മാത്രമല്ല, ഒരുപാട് വലിയ താരങ്ങളെയൊക്കെ ഇവരിങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ്യൂം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഈ കോസ്റ്റ്യൂമിലെ മേക്കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെയർ കട്ട് എന്ന് പറയുന്നത് ഒരു സാറ്റിസ്ഫൈയിങ് ജോബാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു തൃപ്തി ഉണ്ടാവും, അല്ലേ? അപ്പൊ ഇവരോട് ചോദിക്കാനുള്ളത്, ഇവരുടെ ആ ഒരു ഫീലിംഗ് എന്താണ്? ഇത്രയധികം മേക്കപ്പും കാര്യങ്ങളും പ്രോസ്തറ്റിക് എല്ലാം ചെയ്യുന്നത് വിനോദേട്ടനൊക്കെ പ്രോസ്തറ്റിക് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ശരിക്കും എന്താണ് ചേട്ടന് കിട്ടുന്ന ആ ഒരു സന്തോഷം? എന്താണ് ഞങ്ങളെയൊക്കെ ഒരുക്കി വിടുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. ചില ക്യാരക്ടർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരത്തില്ല. പിന്നെ നമ്മളെ കോമഡിയിൽ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് സമയത്ത് വന്ന് നമുക്ക് ചേട്ടാ ഇത് മാറ്റം, കുറച്ച് മാറ്റം വേണമെന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ ഇവർ സ്റ്റേജിൽ കയറി ഇത് ചെയ്ത് ഫലവത്താവുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം, നന്നായിട്ട് ചെയ്തല്ലോ. ചില സ്കിറ്റുകൾ നമ്മൾ 100% നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വന്ന് ഈ ഫ്ലോറിൽ ചെയ്യുമ്പോൾ അത് പരാജയപ്പെടുമ്പോൾ നമുക്കൊരു വിഷമം, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതിന് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്നാൽ വിഷമമുണ്ട്. ഇത് രണ്ടും മിസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ഫ്ലോറിൽ സ്കിറ്റ് ചെയ്യുന്ന നമ്മളെ ടീമംഗങ്ങളെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് നമ്മളെ റൂമിൽ ഇരുന്ന് ഇവരിങ്ങനെ കൗണ്ടറിങ്ങനെ പറയും. എന്നിട്ട് ഞങ്ങളെ ഒന്ന് നോക്കും, ഇവൻ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിരിച്ചില്ലെങ്കിൽ ഇത് ഏറ്റില്ല അങ്ങനെ പറയും. ചിരിക്കുകയാണെങ്കിൽ അത് ഏറ്റ്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും ചിരിക്കേണ്ട അവസ്ഥയായി. അതായത് ഇന്നത്തെ ഈ സ്കിറ്റിന് എത്രയാണ് നിങ്ങൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇവര് രഹസ്യമായിട്ട് കൗണ്ടർ പുറത്ത് കൊടുക്കുന്ന. കൊള്ളാം. അപ്പൊ എന്തായാലും നിങ്ങൾ രഹസ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തത് ഇവിടെ ഇപ്പൊ പരസ്യമായിരിക്കാണ്. ഇനി പരസ്യമായിട്ട് നമുക്ക് ആ ബാറ്ററിയും കൂടെ അങ്ങ് ചാർജ് നോക്കാം, അല്ലേ ചേച്ചി? ₹32,000 ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. ഷോപ്പ് ഒന്ന് പുതുക്കി പണിയാൻ. 3, 2 ആ